Dear friends, welcome back to VKP Commerce Education. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ടു കാൽക്കുലേറ്റ് കാൾ പിയേഴ്സൺ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഫ്രം ഡിഫറെൻറ്റ് വാല്യൂസ്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ എക്സ് സീരീസും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ വൈ സീരീസും അതുപോലെ തന്നെ സിഗ്മ ഡി എക്സ് ഡി വൈ പോലെയുള്ള ഫിഗേഴ്സും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അഥവാ കാൾ പിയേഴ്സൺ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് തന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ സിഗ്മ ഡി എക്സ് and dy is given as 160 and r n is equal to number of observation is equal to 10. Then standard deviation for x series is equal to 6.1 and standard deviation for y series is equal to for example 3.4. then ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഫിഷ്യന്റ് അഥവാ r വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. So, ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് R or കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഫിഷ്യന്റ് is equal to sigma dx dy divided by n into standard deviation of x series into standard deviation of y series എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ തന്ന ഇൻഫർമേഷൻ വെച്ച് നമുക്ക് സിഗ്മ ഡി എക്സ് ഇൻറ്റു ഡി വൈ എന്നുള്ളത് 160 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ n എന്നുള്ളത് 10 എന്ന് തന്നിട്ടുണ്ട്, മൾട്ടിപ്ലൈഡ് വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ എക്സ് സീരീസ് ഇസ് ഈക്വൽ ടു 6.1 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ വൈ സീരീസ് ഇസ് ഈക്വൽ ടു 3.4. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ആൻസർ ദാറ്റ് ഈസ് 160 ഡിവൈഡഡ് ബൈ 207.4. ഫൈനലി വി വിൽ ഗെറ്റ് ആൻസർ ആസ് 0.7715. So there is a strong positive correlation between x series and y series in this question. Okay. ഇനി രണ്ടാമത് നമ്മൾ നോക്കുന്നത് കോവേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ആർ ഓർ കോറിലേഷൻ കോഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള. ഫോർ എക്സാമ്പിൾ, കോവേരിയൻസ് ആണ് നമുക്ക് തന്നെങ്കിൽ കോവേരിയൻസ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കോറിലേഷൻ കോഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇൻ ദിസ് ക്വസ്റ്റ്യൻ വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ ദർ covariance is equal to 10 and standard deviation of x is equal to 5.2. Standard deviation of y series is equal to 6.5. Then R or correlation coefficient is equal to 10. Covariance is equal to 10 divided by standard deviation of x 5.2 into 6.5, that is standard deviation of y series. Then finally we will get answer 10 by 33.8. So the answer will be, or correlation coefficient will be 0.2959. So there is only low positive correlation between series x and series y. Okay. ഇനി മറ്റൊരു കേസിൽ പറയുകയാണെങ്കിൽ കോവേരിയൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈയും തന്നിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേഷൻ അതല്ലെങ്കിൽ കോറിലേഷൻ കോഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ, കോവേരിയൻസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ തന്നിട്ടുണ്ട് എങ്കിൽ വി വിൽ കാൽക്കുലേറ്റ് കോറിലേഷൻ കോഫിഷ്യന്റ് ആസ് കോവേരിയൻസ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് മൾട്ടിപ്ലൈ വിത്ത് വേരിയൻസ് ഓഫ് വൈ, വേരിയൻസ് ഓഫ് വൈ. ഈ ഒരു ഇക്വേഷൻ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള കോറിലേഷൻ കോഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ ആസ് കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 14. then variance of x is equal to 16. then variance of y is equal to 18. then as per the equation, R or correlation coefficient is equal to covariance, here it is 14 divided by root of variance of x is equal to 16, variance of y is equal to 18. then final answer will be
14 divided by 16.971. Then final answer 0.825. So there is a strong positive correlation between X and Y. Okay, thank you.